അസ്സലാമു അലൈക്കും. സമസ്ത ഒന്നേ ഉള്ളൂ. ഇങ്ങനൊരു പ്രസ്താവന ഈ അടുത്ത് ബാംഗ്ലൂരിൽ EK വിഭാഗം എന്നറിയപ്പെടുന്ന സമസ്തയുടെ 100-ാം വാർഷിക ഉദ്ഘാടന സമ്മേളനം അങ്ങ് കർണാടകയിൽ കൊണ്ടുപോയി വെച്ചു. അത് എന്തിനാണെന്നല്ലാഹു ആലം. പിന്നെ എന്തായാലും കുഴപ്പമില്ലാത്തൊരു പരിപാടി നടന്നു. ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. ആ കൂട്ടിയ കണക്കൊക്കെ പേവാണ്. അത്രയൊന്നും ആളില്ല, അതിൻ്റെ പകുതിയില്ല. അത്രയൊന്നും ആളുകൾ ഒരു സമ്മേളനത്തിനും കൂടുതലേ. നമ്മളങ്ങോട്ട് തള്ളന്നെ. അതുപോട്ടെ, അതല്ല പറയണേ. ആ ആളുകൾ കൂടിയ സ്ഥലത്ത് പോയിട്ട് അവിടേക്ക് ഒരു സയ്യിദ് ഫോൺ ചെയ്തു. ആരോടോ പറഞ്ഞു, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒന്നേ ഉള്ളൂ. അതിപ്പോൾ കർണാടകയിൽ പോയി പറയണോ? അവിടെ ആരെങ്കിലും പറഞ്ഞോ ഇവിടെ ഒരു 3-4 സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ട്? ആരെങ്കിലും അവിടെ പ്രസംഗിച്ചോ? ഇല്ലേ. പിന്നെ നമ്മളില്ലാത്തൊരു കാര്യത്തിന് അവിടെ പോയി മറുപടി പറയണേ അല്ലേ? അതൊന്നും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, വേറൊരാൾ പറയാണ്, പിന്നെ മഹാനായ ശംസുൽ ഉലമ ഇവിടെ സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിച്ചത് കൊണ്ടാണ് ചില ആളുകൾ ഇവിടെ കർണാടക യാത്ര നടത്തിയത്. എന്തപ്പോൾ ഈ ചില ആളുകൾ അങ്ങോട്ട്. പിന്നെ വേറൊരാൾ പറയാ ഇത് വക്കീൽ പറഞ്ഞുണ്ടാക്കിയ സമസ്ത അല്ല. എന്തൊക്കെയെങ്കിൽ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏതായാലും നമ്മൾ പറയിപ്പിച്ചുകൊണ്ട് അന്യ സംസ്ഥാനത്ത് പോയിട്ട് അവിടെയും പറയിപ്പിച്ചു. എന്നിട്ട് 10 മണിയായപ്പോഴത്തേന് പോലീസ് വന്ന് വലിയൊരു സമ്മേളനം നിർത്തിപ്പിച്ച. എന്നിട്ട് അതും എന്ത് ചെയ്യുക, ലൈവായിട്ട് കൂടും ചെയ്യാം. നമ്മളിവിടെ നിയമപാലകരുടെ നിർദ്ദേശം 10 മണിയോടുകൂടി ഇതിന്റെ പെർമിഷൻ അവസാനിപ്പിക്കുക എന്നുള്ളത് നിയമപാലകരുടെ നിർദ്ദേശമാണ്. അതുകൊണ്ടാണ് ഷാർപ്പ് ടൈമിൽ തന്നെ അത് നിയമം പാലിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി മൈക്ക് ഓഫാക്കിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ആ കാര്യം അറിയിക്കുകയാണ്. നമുക്കൊരു സംഘാടകൻ്റെ കുറവുണ്ട്. അത് എവിടെയും മുഴച്ച് നിൽക്കുന്നുണ്ട്. ഉണ്ടേ, നല്ല കുറവാണ്. അല്ലെങ്കിൽ 10 മണിക്ക് അത്രയും കോടികൾ ചിലവഴിച്ചൊരു പരിപാടി നടത്തിയിട്ട് അവിടെ അതെൻ്റെ സമയം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് എവിടെയോ എന്തോ കുറവുണ്ട് തന്നെ. ഒരു സംഘാടകൻ്റെ കുറവ് തന്നെയാണ്. പിന്നെ മൈക്ക് ഓഫ് ആക്കുക എന്നുള്ളത് അത് പണ്ട് മുതലേ അതിലൊരു എൻ്റെ എന്തോ ആണത്. അത് പോട്ടെ, ഞാൻ അത് പറയാനല്ല വന്നത്. അവിടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവം സമസ്ത ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ്. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടത്. ഒന്ന് മതിയേ, എല്ലാവർക്കും ഒന്ന് മതിയല്ലോ. എല്ലാ സുന്നികൾക്കും പാടെ ഒരു സംഘടന മതി. സമസ്ത മാത്രമല്ല, അതിൻ്റെ പതാകയും ഒന്ന് മതിയേ. നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാൻ വേണ്ടി കാണിച്ച ആ ഫോട്ടോ ഉണ്ടല്ലോ പതാകൻ്റെ, അത് നമ്മളെ പഴയ ആ പതാകയാണെന്ന് തോന്നലുണ്ട്. കളറ് കണ്ടിട്ട് അതിന് പ്രിൻറ്റിങ്ങിൽ വന്ന പ്രശ്നമാണോന്ന് അറിയില്ല. സുപ്രഭാതത്തിൽ വന്നതാണ്. അതുകൊണ്ട് പിന്നെ അതിൽ തർക്കത്തിന് കുഴപ്പമൊന്നുമില്ല. ഒന്ന് നോക്കണേ, നമ്മളെ മാന്തളിരൻ കളറല്ല അതല്ലേ. നമ്മളെ കളറ് മാന്തളിരൻ എന്നാണല്ലോ പുതിയ പതാകൻ്റെ. ഇതാണല്ലോ കളറ്. ഇത് രണ്ടും യോജിക്കണില്ലല്ലോ. ഇത് നമ്മളെ പഴയ ആ പതാകയാണല്ലോ. പണ്ട് കാസർഗോഡ് നിന്ന് അംഗീകരിച്ച ആ കുങ്കുമ ചുവപ്പ് കുബ്ബ ചെറിയൊരു മാറ്റമുണ്ട്. അത് പോട്ടെ, കളറ് അല്ലേ, എനിക്കങ്ങനെ തോന്നിട്ടോ. ഒന്ന് മതിയേ. പ്രശ്നമുണ്ട്? ഒരു പ്രശ്നമില്ലല്ലോ. ഒരു പതാക മതി. ഒരു സമസ്തയാകുമ്പോൾ ഒരു പതാക പോരെ, മതി. ഇനി അത് മാത്രമേ ഉള്ളൂ. പാട്ടും ഒന്ന് മതി നമുക്കേ. നോക്കണി പാട്ട്. ശാന്തി സുമങ്ങളുമായി SKSSFിൻ്റെ കുട്ടികൾ പാടുകയാണ്. ഈ പാട്ട് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? കോപ്പിയോ? അതൊന്നും പറയാൻ പാടില്ല. എവിടെ കേട്ടു? കേരള യാത്രയിൽ, കാന്തപുരത്തിൻ്റെ കേരള യാത്രയിൽ. അന്ന് കേട്ടോക്കുക. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ. കേരള യാത്ര സിന്ദാബാദ്, കേരള യാത്ര സിന്ദാബാദ്, കേരള യാത്ര സിന്ദാബാദ്, കേരള യാത്ര സിന്ദാബാദ്. ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി മാന
മാനസഭൂമികയിൽ ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി അല്ലേ? ഏത് കുട്ടിൻ്റെ നാവലും ഓടിയിരുന്നൊരു പാട്ടാണത്. അതേ പാട്ട് നമ്മളെടുത്തു. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല കേട്ടോ. കുഴപ്പം പരാതിയും പറയാനല്ല കേട്ടോ, നല്ലതാണെന്നാ പറയുന്നത്. നമുക്ക് ഒന്നും മതി. അവിടെ കാന്തപുരം എന്നുള്ളിടത്തൊക്കെ എന്ത് ചെയ്താൽ മതി? പുണ്യ സമസ്താന്നോ സാക്ഷാൽ സമസ്താന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. പോയി കൊടുത്ത പോലെ. പിന്നെ കേരള യാത്ര സിന്ദാബാദ്, SSF സിന്ദാബാദ് എന്നൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ SKSF എന്നാക്കി കൊടുത്ത് മതി. ചെറിയ ചെറിയ മാറ്റം വരുത്തി. നമുക്കൊന്നും മതിയല്ലേ? വെറുതെ എന്തിനാ അധ്വാനിക്കണം? ഇതിനൊക്കെ നല്ല അധ്വാനമാണ്. പാട്ട് എഴുതാനും അത് സെറ്റപ്പ് ചെയ്യാനും അല്ലേ? നല്ല അധ്വാനമാണ്. ഒന്നും മതി. ആരെങ്കിലുമൊക്കെ ഒരാളുണ്ടാക്കിയാൽ മതി. ഇപ്പം കണ്ടുകൾ പതാകി നമുക്കൊന്നും മതി, പാട്ടും നമുക്കൊന്നും മതി. അത് മാത്രല്ല ഫോട്ടോ വരെ ഒന്ന് മതി. നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഫോട്ടോ ഷംസുൽ ഉലമ നഗർ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ഫോട്ടോ ആണത്. പാണ്ടിക്കാട് അടുത്തുള്ള എൻ്റെ ഒരു കുടുംബക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും ഈ ഫോട്ടോ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കാണാനില്ല. എന്തിനാ ഇപ്പോൾ അത് മുക്കണത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഫോട്ടോ മതി എല്ലാവർക്കും. ബാംഗ്ലൂർ നടന്ന ശംസുൽ ഉലമ നഗർ സമ്മേളനമാണ് ഇതെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് ശംസുൽ ഉലമ നഗർ അല്ല, ഇത് ബാംഗ്ലൂർ നടന്ന പരിപാടി അല്ല. ഇതെന്താണ്? ഇത് കണ്ണൂർ SSFൻ്റെ കുട്ടികളെ പരിപാടി ഉണ്ടായിരുന്നല്ലോ, എന്താ ഗോൾഡൻ 50, ആ കുട്ടികളെ പരിപാടി. ആ പരിപാടിൻ്റെ ഫോട്ടോ ആണ്. അപ്പം വളരെ വ്യക്തമാണ്. പിന്നെ മാത്രമല്ല അതിൻ്റെ ആ സംവിധാനതും കണ്ടാലും അറിയാലോ, സ്റ്റേഡിയമാണത്. അപ്പോൾ അത് ബാംഗ്ലൂർ അല്ല, കണ്ണൂരാണ്. പക്ഷെ അത് വിചാരിച്ച് ഇത് ശംസുൽ ഉലമ നഗറാണെന്ന് പറഞ്ഞിട്ട് പരാതി എന്തെങ്കിലും ഇല്ല. നമുക്കൊരു ഫോട്ടോ പോരെ. പരിപാടി എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ നടത്തിക്കോട്ടെ. പക്ഷെ മട്ടത്തിൽ നടത്തണമെങ്കിൽ എന്ത് വേണം? മട്ടത്തിലാകണമെങ്കിൽ മറ്റേ കുട്ടികൾ വേണം അല്ലേ? അത് കുഴപ്പമില്ല, ഫോട്ടോ നമുക്ക് എടുക്കാറോ. നമുക്കൊന്നും മതി, സമസ്തി ഒന്നും മതി, പാട്ടൊന്നും മതി, കൊടിയൊന്നും മതി, ഫോട്ടോ വരെ ഒന്നും മതിയെങ്കിൽ പിന്നെ എന്തിനാ കുറേ? ഞാനിത് കണ്ടപ്പോഴേ നമ്മളെ മനസ്സിലേക്ക് ഒരു കുളിർമ, അത് പറയാൻ വേണ്ടി മാത്രം വന്ന എല്ലാവർക്കും എല്ലാം ഒന്നും മതി അല്ലേ? റാഹത്തയില്ലേ? അപ്പം എല്ലാ സുന്നികളെയും അള്ളാഹു ഒരു പതാകൻ്റെ കീഴിലാണ് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.